ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ ഹദീസ് മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അലാ ഉഹദ്ദിസുകും ബിഹദീസിൻ ലാ യുഹദ്ദിസുകും ബിഹി അഹദുൻ ഗൈരി, ഞാനല്ലാതെ ഒരാളും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധ്യതയില്ലാത്ത ഒരു ഹദീസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ എന്ന് ചോദിച്ചു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. നേരത്തെ പറഞ്ഞ ഹബീബിന്റെ 10 കൊല്ലം സേവനം ചെയ്ത സ്വഹാബി, ഇതാരും നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇടയില്ല എന്ന് പറഞ്ഞു. അസ്ഹാബ് പറഞ്ഞു, ബലാ അനസേ പറഞ്ഞു തരൂ റളിയല്ലാഹു അൻഹു. കുന്നാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൂസാ, ഹബീബായ നബി തങ്ങളുടെ അരികത്ത് ഞങ്ങൾ ഇരിക്കുന്ന ഒരു നേരം. അല്ലാഹുവേ, അത് എന്തൊരു സൗഭാഗ്യമാണല്ലേ ഹബീബിനെ കാണാൻ കിട്ടുന്നൊരു സൗഭാഗ്യം. അല്ലാഹു നമുക്കതിന് ഭാഗ്യം ഇവിടെ തന്നില്ല, എന്നാൽ നാളെ പരലോകത്ത് വെച്ച് കാണാനുള്ള ഭാഗ്യം അല്ലാഹുവേ നൽകണമേ. കുന്നാ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജുലൂസൻ, ഞങ്ങൾ എല്ലാവരും ഹബീബിന്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ ഹബീബിനെ വീക്ഷിക്കുകയായിരുന്നു. ഫളഹിക, പുണ്യനബി തങ്ങൾ ചിരിച്ചു. അതദ്റൂന മിമ്മ ളഹിഖ്തു, ഞാൻ എന്തിനാണ് ചിരിച്ചത് എന്ന് നിങ്ങൾക്കറിയുമോ എന്ന് തിരുമേനി ചോദിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലൂ, അവർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല നബിയേ. ഹബീബായ തങ്ങളുടെ മറുപടി വന്നു, അജിബ്തു ലിൽ മുഅ്മിൻ, സത്യവിശ്വാസിയായ ഒരാണിനെ കുറിച്ചും ഒരു പെണ്ണിനെ കുറിച്ചും സത്യവിശ്വാസികളായ ആളുകളെ കുറിച്ച് ഞാൻ ആലോചിച്ചു പോയി. ഇന്നല്ലാഹ അസ്സ വജല്ല ലാ യഖ്ളി ഖളാഅൻ ഇല്ലാ കാന ഖൈറൻ ലഹ്, അല്ലാഹു എന്ത് വിധിച്ചാലും അവർക്കത് ഖൈറാണ്. രോഗമാണെങ്കിലും കടമാണെങ്കിലും പ്രയാസമാണെങ്കിലും ആരോഗ്യത്തിലെ പരീക്ഷണമാണെങ്കിലും മക്കളിൽ പരീക്ഷണമാണെങ്കിലും എല്ലാം മുഅ്മിനായ മനുഷ്യന് ഖൈറാണ് എന്ന് അല്ലാഹു എന്നെ അറിയിച്ചതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി